പ്രണയത്തിലാവുക എന്നത് ഒരു രോഗമാണ്. അതിനുള്ള പ്രതിവിധി നിങ്ങൾ ഇഷ്ടപ്പെടുന്നയാളെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബായ തിബ്ബൻ നബവി 250 പേജിൽ എഴുതിയതാണ്. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രണയം എന്നുള്ളത് ഒരു രോഗമാണ്. അതിനുള്ള ശരിയായ ചികിത്സ എന്നുള്ളത് സ്വയംഭോഗമല്ല, ഹറാമായിട്ട് ചാറ്റ് ചെയ്യലല്ല, ഹറാമായി ബന്ധപ്പെടലല്ല, ഹലാലായിട്ട് നിക്കാഹ് ചെയ്യലാണ്. അതാണ് ശരിയായ ചികിത്സ. അല്ലാത്ത ഏത് ചികിത്സ എടുത്താലും നമ്മൾക്ക് താൽക്കാലികമായൊരു ആശ്വാസം കിട്ടും. ചിലപ്പോൾ ചില ആളുകൾക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ അതിൻ്റെ തിരിച്ചടി കിട്ടും. അവരെടുത്ത ഈ തെറ്റായ ഹറാമായ കർമ്മം കൊണ്ട് അതിനുള്ള പരിമിത ഫലം, അതിനുള്ള ശിക്ഷ അവർക്ക് തിരിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം ദുനിയാവിൽ തന്നെ കിട്ടും. എന്നാൽ ചിലർക്ക് അത് കിട്ടൂല. ചിലർ ആ ബന്ധം കൊണ്ട് തന്നെ ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കും. പക്ഷെ അതാണ് മറ്റതിനേക്കാൾ അപകടം. കാരണം അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ഞാൻ ചെയ്തത് തെറ്റെന്നല്ല എന്നുള്ള രീതിയിൽ പോകുമ്പോൾ അവർ മരണശേഷം നരകത്തിലെത്തുമ്പോൾ പിന്നെ അറ്റമില്ലാത്ത അവസാനമില്ലാത്ത കാലത്തോടുള്ള നരകത്തിലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവരിത് അറിയുന്നില്ല. അവർ ഹറാമായ രീതിയിലൂടെയാണ് ഇതിലേക്ക് എത്തിയതെന്നുള്ളതും അവരറിയുന്നില്ല. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾക്ക് ഒരു രോഗം വന്നാൽ നമ്മൾക്ക് പല ചികിത്സ എടുക്കാൻ പറ്റും. അതിൽ തെറാപ്പികളുണ്ടാവും, അതായത് താൽക്കാലിക ശമനം നൽകുന്നത്, എന്നാൽ സൈഡ് എഫക്റ്റ് ഉള്ളതുണ്ടാവും. അതേപോലെയാണ് ഈ ഹറാമായ കാര്യങ്ങൾ. നമ്മൾക്ക് ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഡോപ്പമിനൊക്കെ ഹൈ ആവും. എന്നിട്ട് നമ്മൾക്ക് ഭയങ്കര ആനന്ദമാവും. വല്ല ലഹരി അടിച്ച പോലെ ഇതൊരു ആസക്തിയായി മാറും ഒരു ചാറ്റ് ചെയ്യലൊക്കെ. കാരണം ഇബ്ലീസ് പരമാവധി നമ്മളെ മേലെ പണിയെടുക്കും. ഇബ്ലീസിന് നമ്മളെ വഴിതെറ്റിക്കാൻ വളരെ എളുപ്പമാവും. അപ്പോൾ നമ്മൾ അഥവാ ഒരു സ്ത്രീയും ഒരു പുരുഷനും തനിച്ചായാൽ മൂന്നാമതായിട്ട് ഇബ്ലീസ് ഉണ്ടാവും. അപ്പോൾ ഇബ്ലീസിന് സന്തോഷമാണ് നമ്മൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾക്ക് അവരോട് ചാറ്റ് ചെയ്യുമ്പോൾ, അവരോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ, അവരെ വീണ്ടും കാണാൻ പോകുമ്പോൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെ ഭയങ്കര ആനന്ദം ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ ഇബ്ലീസ് നമ്മൾ കിട്ടലാണ്. ഇബ്ലീസ് നമ്മളെ ഇതേ തന്നെ പിടിച്ചിടാണ്. പിന്നെ നമ്മളെ ഇബാദത്തിൽ നമ്മൾ തെറ്റിപ്പോവും. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നമ്മൾ തെറ്റിപ്പോവും. ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഹലാലായ രീതിയിലുള്ള ചികിത്സ, അഥവാ പ്രണയം എന്ന അസുഖത്തിനുള്ള ഹലാലായ ചികിത്സ എടുക്കണമെങ്കിൽ നമ്മൾക്ക് നല്ല ക്ഷമ വേണ്ടി വരും. കാരണം ഇബ്ലീസിൻ്റെ ഷെയ്ത്താൻ്റെ 18 അടവും എടുക്കും ഷെയ്ത്താൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്വയം നിയന്ത്രിക്കേണ്ടി വരും. ഞാനൊരിക്കലും ഹറാമായ രീതിയിൽ ഇടപെടില്ല, ഹലാലായിട്ട് കിട്ടുകയാണെങ്കിൽ മതി എന്നൊരു രീതിയിൽ സ്വയം നിയന്ത്രിക്കാൻ ശക്തിയുള്ളവർക്ക് മാത്രമേ ഈ പ്രണയം എന്ന അസുഖത്തെ ശരിയായി ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം ഇന്ന് തെറ്റുകൾ പരസ്യമാകുമ്പോൾ കുട്ടികൾ ആകെ ചിന്തിച്ച് പോവുകയാണ്. കാരണം ഇതെല്ലാവരും ചെയ്യണ്ടല്ലോ, തെറ്റുകൾ പരസ്യമായിട്ട് അവർ കൺമുമ്പിൽ കാണുകയാണ്. ചാറ്റ് ചെയ്യുന്നത് വിഷയമല്ല, ഒരു ലാഘവത്തോളം ആരും നിസ്സാരമായിട്ട് കാണുന്നത് എല്ലാവരും. പിന്നെ എല്ലാവരും എന്ന് പറയുമ്പോൾ അവരുടെ ചുറ്റുമുള്ള ആ ചില ആളുകൾ, അവരുടെ സമപ്രായക്കാർ. അപ്പോൾ സമപ്രായക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ചിന്തിക്കും, ഞാൻ മാത്രം എന്തിനാണ് വ്യത്യസ്തനാവുന്നത്? ഒഴുക്കിലിങ്ങനെ നീന്താനും സുഖമാണ്. എന്നാൽ ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളത് ഏറെ പ്രയത്നം ആവശ്യമുള്ള കാര്യമാണ്. ഒഴുക്കിലിങ്ങനെ ഒഴുകി പോകുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഈ പുരോഗമനം, ലിബറലിസം ഇതൊക്കെ വരുമ്പോൾ ചാറ്റ് ചെയ്യൽ വിഷയമല്ല. അവരെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, അവരുടെ ആശയം എന്താണെന്ന് വെച്ചാൽ, കല്യാണം വേണ്ട, ലിവിങ് ടുഗദർ മതി. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ചാറ്റ് ചെയ്യൽ, ഹറാമായിട്ട് ബന്ധപ്പെടൽ ഇതൊന്നും അവർക്ക് വിഷയമല്ല. അപ്പോൾ അതാണ് നമ്മളുടെ കുട്ടികളിലേക്കും അവർ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഹലാലായ നിക്കാഹ്, എന്താണ് ഹലാലായിട്ട് എങ്ങനെയാണ് ഈ രോഗത്തെ ചികിത്സിക്കേണ്ടത്, ഇതെല്ലാം കുട്ടികളെ അറിയിക്കണം. അല്ലെങ്കിൽ പിന്നെ അവർ ഹറാമിലേക്ക് വീണ് പോകുന്നത് നമ്മൾ കാണേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു ഹൈസ്കൂളാവട്ടെ, ഹയർ സെക്കൻഡറി ആവട്ടെ, ഏതായാലും എവിടെ ആയാലും അവരുടെ ക്ലാസ്സിലുള്ളവരൊക്കെ ഇപ്പോൾ മിക്സ്ഡ് സ്കൂളായിരിക്കും അധികം. അപ്പോൾ പരമാവധി മിക്സ്ഡ് സ്കൂളിൽ വിടാതിരിക്കുക. ഇനി അത് മിക്സ്ഡ് സ്കൂളാണെങ്കിൽ തന്നെ അവർ തമ്മിൽ സംസാരിക്കണം, നോർമലായിരിക്കും. അവർ തമ്മിൽ ഒരു പെണ്ണിൻ്റെ പേര് ഒരു ചെക്കനെ വിളിക്കുക, അത് നോർമലാണ്. ഞാൻ പഠിച്ച കാലത്ത് തന്നെ അത് നോർമലാണ്. ഞാനിപ്പോൾ വെറും ഡിഗ്രി 3rd ഇയർ ആയിട്ടുള്ളൂ. എന്നാൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് തന്നെ അത് നോർമലാണ്. ഇപ്പോഴും അതിങ്ങനെ നോർമലൈസ് ഇതിങ്ങനെ കൊണ്ടുവരികയാണ്. ഹലാലിനും ഹറാമിനൊന്നും ഗൗരവം കൊടുക്കാതെ ഇങ്ങനെ വരികയാണ്. ചില അധ്യാപകർ തന്നെ ഉണ്ടാവും അതിന് ഗൗരവം കൊടുക്കാത്ത. കാരണം ഇപ്പോൾ അധ്യാപകരിലും യുക്തിവാദികളുണ്ട്. കുട്ടികൾ മാത്രമല്ല യുക്തിവാദികളുള്ളത്. അധ്യാപകരിലും മതബോധമില്ലാത്ത, ധാർമ്മിക ബോധമില്ലാത്ത ആളുകളുണ്ട്. അവർ അധ്യാപകർ എന്ന് പറഞ്ഞാൽ അധ്യാപകനും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അധ്യാപകർ ഒരു കാര്യം, ഒരു അറിവ്, ഒരു വിദ്യാഭ്യാസം, ഒരു പഠിച്ച വിജ്ഞാനം അതെടുത്ത് പഠിപ്പിക്കുക, അതാണ് അധ്യാപകർ. എന്നാൽ ഗുരു അങ്ങനെയല്ല. ഗുരു അധർമ്മത്തെ ഇല്ലാതാക്കുന്ന, ധർമ്മത്തെ പകരം വെക്കുന്ന, അഥവാ ഇരുട്ടിനെ മാറ്റി വെളിച്ചം തെളിയിക്കുന്നവരാണ് ഗുരു. അപ്പോൾ അങ്ങനത്തെ ഗുരുക്കന്മാർ ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പകരം ഈ അധ്യാപകരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പുസ്തകത്തിലുള്ള എന്താണോ അത് പഠിപ്പിച്ചെടുക്കുക. അവരുടെ സ്വഭാവത്തിൽ ധാർമ്മിക ബോധം ഉണ്ടാവണമെന്നില്ല, ധാർമ്മിക ബോധം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കോളേജിൽ നടക്കണേ, സ്കൂളിൽ നടക്കണേ ഇങ്ങനത്തെ അധാർമികതകൾക്ക് എതിരെ ഒന്ന് നാവുയർത്താൻ, ശബ്ദമുയർത്താൻ അധ്യാപകർ പോലും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ അതിൽ വീണ് പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗത്തെ നമ്മൾ ചികിത്സിച്ച് മാറ്റുന്നത്, ശരിയായ ചികിത്സ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമ്മളെ ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ ശാശ്വത ഫലമാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ
പാർശ്വഫലം, നല്ല പാർശ്വഫലമുള്ള, നല്ല പോസിറ്റീവ് പാർശ്വഫലമുള്ള, അഥവാ ദുനിയാവിലും ജന്നാത്തുൽ ഫിർദൗസിലും ഒരുപോലെ സുന്ദരമായി ആസ്വദിക്കാൻ പറ്റുന്ന ബന്ധമാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മളെ കുട്ടികൾക്ക് നൽകേണ്ട അറിവ് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതേപോലെ പരലോകത്തെക്കുറിച്ചുള്ള അറിവാണ്. പരലോകത്തെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഈ പ്രണയം എന്ന രോഗം ബാധിച്ചാൽ അവർക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതാണ് ജീവൻ, ഇവരാണ് ജീവൻ എന്ന് തോന്നും, അവരിഷ്ടപ്പെടുന്ന ആൾ. അപ്പോൾ ഇന്ന് ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ്. ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പരലോക ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. പരലോകത്തെക്കുറിച്ച് ഉത്തമ ബോധമുള്ള ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആത്മഹത്യ ചെയ്യില്ല. അപ്പോൾ ആ ബോധമൊക്കെ അവർക്ക് കൊടുക്കൽ ഏറെ അത്യാവശ്യമുള്ള കാര്യമാണ്. നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്, വിചാരണ സത്യമാണ്. അപ്പോൾ ഭൂമി എത്രത്തോളം സത്യമാണ് അതേപോലെ തന്നെ സത്യം നരകം സ്വർഗം എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് ആദ്യം അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കലാണ്. അസ്മാഉൽ ഹുസ്ന, ആ പേരുകൾ ആദ്യം അവർക്ക് പഠിപ്പിച്ചെടുക്കണം, ഖുർആൻ പഠിപ്പിച്ചെടുക്കണം. നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെ ഭയപ്പെടുത്തുന്നതായിട്ട് തന്നെ പഠിപ്പിച്ചെടുക്കണം. ഒരിക്കലും ഈ സൂഫിസത്തിൽ പറയുന്ന പോലെ ഇപ്പോൾ സൂഫിയിൽ അവർ പേച്ചപ്പായ വിശ്വാസത്തിൽ പെട്ടതാണ് നമ്മളെ എന്താണ് അള്ളാഹു നിൻ്റെ നരകാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണെന്ന രീതിയിൽ അങ്ങനത്തെ ആശയം ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ നരകത്തെ പോലും വെറുക്കണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാണ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ ആമീൻ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ ആമീൻ എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ നരകത്തെ നമ്മൾ പേടിക്കേണ്ട സാധനം തന്നെയാണ്, നമ്മൾ ഇഷ്ടപ്പെടേണ്ട ഒന്നല്ല നരകം. അപ്പോൾ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അത് സത്യമാണെന്ന ബോധം കുട്ടികൾക്ക് ഉണ്ടാവണം. അപ്പോൾ അവരൊരിക്കലും ഹറാമിലേക്ക് ചാടില്ല. ഷെയ്ത്താൻ എത്ര പണിയെടുത്താലും അത് ഷെയ്ത്താൻ്റെ പണി അവരെ മേലെ ഏൽക്കില്ല. അപ്പോൾ ദിക്റിലും ഖുർആനിലും ഒക്കെ അവർ മുഴുകട്ടെ. എന്നിട്ട് അവർ അഥവാ ഈ പ്രണയം എന്ന രോഗം വരികയാണെങ്കിൽ അതിന് ശരിയായ ചികിത്സ നിക്കാഹ്, അത് ഹറാമിലേക്ക് വീയാതെ ഷെയ്ത്താൻ്റെ എല്ലാ പണികൾക്ക് മുമ്പിലും നിയന്ത്രണത്തോടെ നിന്നിട്ട് ഷെയ്ത്താനെ തോൽപ്പിച്ചിട്ട് ഹലാലായ രീതിയിൽ നിക്കാഹ് ചെയ്യാൻ അവർക്ക് സാധിക്കും.